ശ്രീ ബൈജു കൊട്ടാരക്കര ഓർക്കുന്നുണ്ടാവും ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, അദ്ദേഹം ചില റെക്കോർഡുകൾ കൂടി അദ്ദേഹം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ കൂടി പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശുപത്രി കിടക്കയിലാണ്. ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇത് ആരാണ് ചെയ്തത് എന്നറിയില്ല, എല്ലാം പൾസർ അല്ലേ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. സജി അന്ത്യാട്ടിനെ പോലെയുള്ള ദിലീപിന്റെ കൂടെ നടക്കുന്ന അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന ചില ആളുകളുണ്ട്. അവരല്ലാതെ ഈ നാട്ടിലെ ഒരു കൊച്ചു കുഞ്ഞു പോലും ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എല്ലാവർക്കും അറിയാം. കാരണം ഒരു കേസിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ആ ഗതിവിഗതികളൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ വളരെ വ്യക്തമായി നമുക്കറിയാം ആ കേസിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ. ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ പ്രകാശ് ബാരെ പറഞ്ഞൊരു കാര്യം, അതായത് ബാലചന്ദ്രകുമാർ ഇതിലെ സാക്ഷിയായി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യാജ ബലാത്സംഗ കേസ് കൊണ്ടുവന്നത്. അതും വെറും പൊള്ളയായ ഒരു കേസ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല, അവർ മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ആ കേസ് എഴുതള്ളി പോവുകയും ചെയ്തു. ഒരു കേസിൻ്റെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കേസിൻ്റെ മെറിറ്റിന് വേണ്ടി തെളിവുകളും അതിൻ്റെ അതായത് ഓഡിയോ തെളിവുകളും വീഡിയോ തെളിവുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അയാളെ എങ്ങനെയെങ്കിലും വേറൊരു കേസിൽ പെടുത്തി അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. സജി അന്ത്യാട്ടൊക്കെ എത്ര കിടന്ന് വായിട്ടലച്ചാലും എല്ലാ കുഞ്ഞുങ്ങൾക്കും മലയാളികളായ എല്ലാ മനുഷ്യർക്കും വളരെ വ്യക്തമായി ഇതറിയാം, എന്താണ് സംഭവിച്ചതെന്നും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും. അതുകൊണ്ട് ഈ പൾസർ സുനി ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കാണ് ഗുണമെന്നുള്ളത് ആർക്കറിയോ എല്ലാവർക്കും അറിയാം. ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളെ സംഭവിക്കൂ. ഒന്നുകിൽ കോടതിയിൽ അവസാനത്തെ കാര്യങ്ങൾ പറയാൻ ഈ പൾസർ സുനി ചിലപ്പോൾ കണ്ടില്ലായിരിക്കാം, അയാൾ ചിലപ്പോൾ ഇല്ലാതാവും. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൾസർ സുനി ചിലപ്പോൾ ഒരു കോടീശ്വരനായി മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ കോടീശ്വരനായി മാറിയാലും ഈ മൊഴിമാറ്റമൊക്കെ വീണ്ടും നടക്കും. അത് വെച്ചിട്ട് വീണ്ടും അന്വേഷണമോ ബാക്കിയുള്ള കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ നടക്കും. അതാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് നടന്നിരിക്കും. അല്ലെങ്കിൽ ഈ രീതിയിൽ പോവില്ല. എത്ര കർശനമായ നിബന്ധനകൾ കൊണ്ട് ആ ജാമ്യം കൊടുത്താലും ശരി, പോകുന്നത് ഏത് കോടതിയിലേക്കാണ് നമ്മളൊന്ന് ആലോചിക്കണം. വിചാരണ കോടതിയിലിരുന്ന അതേ ന്യായാധിപ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ 3 പ്രാവശ്യം ഈ മെമ്മറി കാർഡ് പോയതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. FSL റിപ്പോർട്ട് ഏതാണ്ട് 2 വർഷത്തോളം അത് പുറത്തു വിടാതെ വിട്ടിരുന്നത് ഏത് കോടതിയിലായിരുന്നു എല്ലാവർക്കും അറിയാം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? അതുമാത്രം അതിൻ്റെ ഉത്തരം എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയേ തീരൂ. ഇപ്പോൾ പൾസർ സുനി ഇറങ്ങിക്കോട്ടെ, പൾസർ സുനി ഇറങ്ങട്ടെ. സജീവതയുടെ നേരത്തെ ഞാൻ പറയാതൊരു കാര്യം പറഞ്ഞു. ഈ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ വന്നു എന്ന് പറഞ്ഞല്ലോ. ബാങ്ക് അക്കൗണ്ടിൽ നിന്നിട്ട് കഴിഞ്ഞാൽ ആരയക്കുന്നുള്ള എല്ലാ വിവരങ്ങളും അറിയാവുന്നുള്ള കാര്യം ഈ നാട്ടിലെ ഏത് പൊട്ടനും അറിയാം സജീവതയാട്ടെ. കാരണം അതൊക്കെ വളരെ വ്യക്തമായി പോലീസുകാർക്ക് അറിയാം എവിടുന്നാ പോയതെന്നുള്ളത്. അതിന്റെ ഇതെല്ലാം പുറത്തേക്ക് വരും സജീവതയാട്ടെ, നിങ്ങൾ പേടിക്കണ്ട, ഇതെല്ലാം പുറത്തേക്ക് വരും. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായി ഈ കേസിന്റെ അവസാനത്തോടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. ഈ ശരി ഒരു താമസമല്ല. നിങ്ങൾക്കൊക്കെ അല്ലേ ധൃതി 8-ാം പ്രതിയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ധൃതിയാണല്ലോ സജി അന്ത്യാട്ടിനും ഗ്രൂപ്പിനുമൊക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ചില ആളുകൾക്കുമൊക്കെ. കാരണം മേടിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതിഫലവും ഔദാര്യവും ഒക്കെ വേണ്ടേ സജി അന്ത്യാട്ടെ? നിങ്ങൾ ചെയ്തോളൂ. ശരി.